അങ്ങനെ നമ്മളെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കോക്കോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ഉണ്ടാക്കിയാലോ, ചിക്കൻ കൊക്കോ ഫ്രൈ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ വരി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചിക്കൻ കൊക്കോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇത് നല്ല നാടൻ മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ അതിട്ടു. നമ്മൾ കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർക്കണേ, നല്ല കളർ ഉണ്ടായിക്കോട്ടെ നമ്മളെ ചിക്കൻ കൊക്കോ ഫ്രൈ. നമ്മൾ കുരുമുളക് പൊടി കേട്ടോ, ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല കേട്ടോ, അതും ഇതേപോലെ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നല്ല പോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ഇടാൻ പോണേ. അടിപൊളി നല്ല മണം. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്യലുണ്ട്. എന്താ രസം. പിന്നെ അതിലേക്ക് നമ്മളേ കരിവേപ്പിൻ്റെ ഇല ഇടണേ. നാടൻ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇതേപോലെ പറഞ്ഞിങ്ങനെ ഡൂരിടാം. എന്തായാലും സൗണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ വരെ ഇതിവിടെ വെക്കണം. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നാലാണ് ഇതിൻ്റെ ആ എരിവും ഉപ്പും ഒക്കെ പടങ്ങിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ടേസ്റ്റിൽ മുങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടാണ്ട് ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, ചിക്കൻ കൊക്കോ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കണത്. അപ്പോൾ ഇനി ഇത് ഒരു 1/2 മണിക്കൂർ വരെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തീയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ നല്ലോണം കത്തുണ്ട്. നമുക്ക് ചിക്കൻ പൊരിക്കാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാൻ 500 സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഒഴിക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങി മാറ്റാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മളിടുകയാണേ. ഇപ്പോൾ ഈ പൊരിക്കണത് കണ്ടാൽ വിചാരിക്കും പൊരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. പൊരിക്കൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു സംഭവം ചേർക്കാണ്ട്. നമ്മളിതിലൊരു പേര് പറഞ്ഞില്ലേ, ചിക്കൻ്റെ പേര്, അതിനൊരു ചേരുന്ന ഒരു സംഭവമാണ് നമ്മൾ ചേർക്കാൻ പോണേ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിന് കേട്ടോ. അതും കൂടി നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മളിതിന്ന് എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയിൽ വെച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്ക് നമ്മൾ എന്താ ചെയ്യണം അറിയോ, നമ്മൾ ചെറിയ ഉള്ളി ഇതാ അതേപോലെ ചതച്ച് കൊണ്ടുവന്ന കേട്ടോ. ഇതൊരു 200 ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട്, അതിട്ട് കൊടുക്കണേ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ട അറിയോ, നമ്മളിത് നല്ലപോലെ ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറണത് വരെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ വേറൊരു സാധനം കൂടി ചേർക്കാണ്ട്. അതാണ് നമ്മളെ ഈ ഒരു ചിക്കൻ്റെ പേരിനെ എന്താ പറയുക, പേരിനോട് ചേർന്ന് നിൽക്കുന്ന സാധനം കേട്ടോ. ഈ സമയത്ത് തീ വല്ലാതെ കത്തിക്കരുത് കേട്ടോ, കാരണം ഉള്ളി കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചതച്ച് കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ ചെറിയ തീയിൽ ഇതിങ്ങനെ മൂപ്പിക്കുക. എന്നിട്ട് ഈ എണ്ണയൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ ആ സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട സാധനമാണ് ഞാൻ ചേർക്കാൻ പോണേതാ, തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് ഇതിൽ വരുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ കൊക്കോ ഫ്രൈ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കണേ, ചിക്കൻ കൊക്കോ ഫ്രൈ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ 1/2 മുറി തേങ്ങയാണ് ഇട്ടെടുത്തത്. ഈ തേങ്ങാക്കൊത്തും ഈ ഉള്ളിയും കൂടി ഒന്നും കൂടി ഇങ്ങോട്ട് നല്ലോണം ഇതിൽ കിടന്നിട്ട് മൂത്ത് സെറ്റായി ഇങ്ങോട്ട് വരണം. ഈ
ഈ സമയത്ത് നമ്മളിതാ ഒരു ഇത്തിരി ഉപ്പ് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കണേ. കാരണം ആ തേങ്ങ കൊത്തുമ്പിലും ആ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി. അപ്പോൾ അതാ ഇത് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുമ്മയ്ക്ക് എന്താ നമ്മൾ ചെയ്യാറിയോ, ഇതൊക്കെ നമ്മൾ ആ മൊരിച്ച് വെച്ചാൽ നല്ല പോലെയുള്ള ആ ചിക്കല്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഏതാലേ ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാനിങ്ങനെ കൊതിയായിട്ട് വയ്യ കേട്ടോ. ഇത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളെ ചിക്കൻ കൊക്കോ ഫ്രൈ ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണെങ്കിൽ ഇവിടെ മനുവിന് കൊതി പിടിച്ചിട്ടാണെങ്കിൽ വയ്യനും. അതാണ് പറഞ്ഞത്, അപാര സ്മെല്ലാണ്, അപാര ടേസ്റ്റാണ്. അതാണ് നമ്മൾ പറയണ്ടേ. ഇനി ഇതൊരു 5 മിനിറ്റ് ആയിരുന്നു ഇതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കുക്കാവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇനി കഴിക്കാനായിട്ട് നമുക്കിതാ ഒരു പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഡെക്കറേഷൻ ചെയ്യണ്ടേ, അതിന് വേണ്ടി ഇതാ ഇത്തിരി മല്ലിച്ചപ്പ് ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കോക്കോ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി ഇത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, ഓർക്ക് കൊടുത്തു നോക്കാം, ഓരോ അഭിപ്രായം പറയട്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സാണിതാ 2 ആളുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരെന്തേന്നു? ശങ്കർ, രതീഷ്. അപ്പോൾ ശങ്കറും രതീഷാണ് നമ്മളെ ഈ ഫുഡിന്ന് ടേസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഫുഡിൻ്റെ പേരെന്താ അറിയോ? ചിക്കൻ കൊക്കോ ഫ്രൈ, അതാണ് പേര് കേട്ടോ. എന്നാ ടേസ്റ്റ് ചെയ്തോളി. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സ്പൈസ് നല്ലതാണ്, പിന്നെ അതിന്റെ ഫ്ലേവർ വളരെ നല്ലതായിട്ടുണ്ട്. ഇനി ഇത് ഇട്ടുകൊണ്ട് ഓ എടുത്തോളൂ, ഇത് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയതല്ലേ. കഴിക്ക് രതീഷ്, കഴിക്ക്. എനിക്ക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് നല്ല ക്രിസ്പിയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിന്റെ കൂടെ ഒക്കെ ഞാനേ പറയാതിരിക്കുന്നു, ചപ്പാത്തി പൊറോട്ട ആണോ? അതിന്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അവർക്ക് 2 നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. ഇതേപോലത്തെ ഫുഡൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കാൻ മറന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി ഒരു കഷ്ണം കഴിച്ചാലോ? എന്താ പറയുക, നമ്മളാ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടില്ലേ, ആ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടിയിട്ട് എനിക്ക് അറിയില്ല, ഒരുമാതിരി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ഞാൻ പറഞ്ഞു തന്നിട്ടല്ലോ, ഒരു 2 ആളും പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായിണ്ടാവും ഈ ഫുഡിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. സിമ്പിളല്ലേ, കൂടുതൽ ഐറ്റംസുകളൊന്നുമില്ല, ഒക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിച്ചു തീർക്കട്ടെ, മനുവിനും കൊടുക്കാണ്ട്. അവനാണെങ്കിൽ അവിടെ കൊതി പിടിച്ചിരിക്കുകയാണ്. ഇപ്പം തരാം മോനെ, വേജാറാവണ്ട. അപ്പോൾ നമ്മളെ ചാനൽ ഇന്നൊക്കെ ആരെയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടിക്കണം. എന്നാലാണ് നമ്മളിടുന്ന അതേപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ വരുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവണ്ട, ഇടുങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.